മഴത്തോരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അങ്ങനെ കൃഷ്ണമോളുമായിട്ട് വൈജ സംസാരിക്കുന്നുണ്ട്. നീ എന്താ കൊല്ലപ്പള്ളിയിലോട്ട് പോവാഞ്ഞത് എന്നൊക്കെ വൈജ ചോദിക്കുന്നുണ്ട്. ഞാൻ പോകത്തില്ല, എനിക്കിച്ചിരി ബുദ്ധിയുണ്ട്, അവർക്കാണെങ്കിൽ ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. അങ്ങനെ കൃഷ്ണമോളും വൈജയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമൊക്കെ ആവുന്നുണ്ട്. ഞാൻ ചെന്നിട്ട് അച്ഛനെ പറഞ്ഞു വിടാം എന്ന് പറയുകയാണ് കൃഷ്ണമോൾ. വേണ്ട, എന്തിനാ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നേ എന്ന് വൈജ ചോദിക്കുകയാണ്. ഞാൻ അച്ഛനോട് എന്തെങ്കിലും പറയണോ എന്ന് ചോദിക്കുകയാണ്. വേണ്ട എന്ന് വൈജ പറയാണ്. അങ്ങനെ കൃഷ്ണമോൾ അങ്ങ് പോവാണ്. അതിനുശേഷം ബാലേന്ദ്രൻ വൈജയെ കാണാൻ വരികയാണ്. വരുമ്പോഴത്തേക്ക് വൈജ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ വന്ന് അടുത്ത് നിന്നിട്ട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ഇപ്പം, കുറവുണ്ടോ, വേദനയൊക്കെ കുറവുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം വൈജ ഇങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് പറയണം, കുഴപ്പമില്ല, നമുക്കിത്തെ യുദ്ധം തുടങ്ങണ്ടേ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. അത് ഈ കടക്കെ തന്നെ ആയാലും എനിക്കൊരു കുഴപ്പമില്ലെന്ന് വൈജയ പറയുകയാണ്. ഞാൻ എണീച്ച് നടക്കണമെന്നില്ല എന്ന് വൈജ ബാലേന്ദ്രൻ്റെ അടുത്ത് പറയാണ്. അപ്പം ബാലേന്ദ്രൻ പറയാണ്, അതെനിക്കറിയാം, നീ കടന്നാലും എന്നോടുള്ള ഒരു യുദ്ധത്തിന് കുറവില്ലെന്ന് എനിക്കറിയാം, നിനക്ക് ഇത്രയും പറ്റിയിട്ടും നിനക്കൊരു മാറ്റവും ഇല്ലല്ലോ എന്ന് ബാലേന്ദ്രൻ പറയാണ്. എനിക്കങ്ങനെ മാറ്റമൊന്നും വരുത്തില്ല, ഞാൻ പഴയ വൈജ തന്നെയാണെന്ന് വൈജ പറയാണ്. നിങ്ങൾ മകളാണെന്നും പറഞ്ഞ് ഒരുത്തി അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ടല്ലോ, എനിക്കറിയാം അവൾ നിങ്ങളുടെ മകളല്ലെന്ന്. എൻ്റെ മറവിൽ നിങ്ങൾ അവളെ അവിടെ പിടിച്ച് നിർത്തിയേക്കുവാണെന്നും എനിക്കറിയാമെന്ന് വൈജ പറയാണ്. അത് നീയാണോ തീരുമാനിക്കുന്നത്, എൻ്റെ മകളല്ലെന്ന്? ഞാൻ പറഞ്ഞല്ലോ അലീന എൻ്റെ മകളാണെന്ന്. വൈജ പറയാണ്, നിങ്ങളെല്ലാവരെയും പൊട്ടം കളിപ്പിക്കുക, അത് എനിക്കും മനസ്സിലാവുന്നുണ്ട്. ഇപ്പം വേട്ടനെയും അതുപോലെ രാജീവേട്ടനെയും ഒക്കെ നിങ്ങളുടെ പക്ഷത്താക്കി, അവരെല്ലാം നിങ്ങളുടെ കഥയിൽ വിശ്വസിച്ചു പോയി എന്ന് പറയുകയാണ് വൈജ. ബാലേന്ദ്രൻ പറയാണ്, അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് തുടങ്ങാം യുദ്ധം. ബാലേന്ദ്രൻ പോകാനായിട്ട് എണീക്കുമ്പോൾ വൈജ എടുത്ത് ചോദിക്കുകയാണ്, അല്ല, നീ പറയുന്ന അലീന എൻ്റെ മകളല്ലെന്ന്, നിനക്ക് എത്ര മക്കളുണ്ട് എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് വൈജി ഒന്ന് വല്ലാതാവുന്നുണ്ട്. എന്ത് പറയണമെന്നറിയത്തില്ല. എനിക്ക് എത്ര മക്കളുണ്ടെന്ന് നിങ്ങൾക്കറിയത്തില്ലേ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. അല്ല, നീ പറ എന്ന് ബാലേന്ദ്രൻ പറയാണ്. എനിക്ക് 3 മക്കളേ ഉള്ളൂ. ബാലേന്ദ്രൻ പറയാണ്, ആ മക്കളുടെ പ്രായമല്ലേ ഉള്ളൂ അലീനയ്ക്ക്, എന്തിനാ അതിനെ ഇത്രയും വെറുപ്പോടെ കാണുന്നത്? അതൊരു തെറ്റും ആരോടും ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ബാലേന്ദ്രൻ. എനിക്ക് അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. വീട്ടിലേക്ക് വന്ന അന്ന് നാളെ മുതൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. ഇപ്പം നിങ്ങൾ പറയുന്നു അവൾ നിങ്ങളുടെ മകളാണെന്ന്, പക്ഷേ എനിക്കറിയാം അവൾ നിങ്ങളുടെ മകളൊന്നും അല്ലെന്ന്. എൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ അവളെ പിടിച്ചു നിർത്തിയേക്കുവാണെന്നും അറിയാം. ബാലേന്ദ്രൻ പറയാണ്, അത് നിൻ്റെ വിശ്വാസം, നമ്മൾ ഓരോരുത്തർ പറയുന്നത് അത്ര വിശ്വസിച്ചല്ലേ ഇത്രയും നാൾ ജീവിക്കുന്നത്. ചിലപ്പോൾ ചില സത്യങ്ങളൊക്കെ തിരിച്ചറിയുമ്പോൾ നമുക്കത് അങ്ങനല്ല എന്ന് തോന്നാറുണ്ട്. നിൻ്റെ കുഴപ്പമല്ല. എന്തായാലും നീ വീട്ടിലോട്ട് വാ, അതിനുശേഷം നമുക്ക് യുദ്ധം തുടങ്ങാം എന്ന് പറയാണ്. ബാലേന്ദ്രൻ അങ്ങ് പോവുകയാണ്. അപ്പം വൈജ ഇങ്ങനെ ആലോചിക്കുകയാണ്. ബാലേന്ദ്രൻ ചോദിച്ച ആ ചോദ്യം, നിനക്ക് എത്ര മക്കളുണ്ട്, നീ എത്ര മക്കളെ പ്രസവിച്ച്, ഇങ്ങനെ വൈജ ഇങ്ങനെ ആലോചിക്കുകയാണ്. കാരണം വൈജയ്ക്കറിയാം, വൈജയ്ക്ക് കല്യാണത്തിന് മുമ്പ് ഒരു കുഞ്ഞിനെ പ്രസവിച്ച കാര്യം വൈജയ്ക്ക് നന്നായിട്ടറിയാം. പക്ഷേ ബാലേന്ദ്രൻ അത് അറിയത്തില്ലെന്നാണ് വൈജ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വൈജ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ച് കിടക്കുകയാണ്. പിന്നെ പുറത്ത് വരുന്ന ബാലേന്ദ്രൻ്റെ അടുത്ത് കൃഷ്ണമോൾ ചോദിക്കുകയാണ്, എന്താ പറഞ്ഞ അച്ഛ അമ്മ? എന്താ പറയാൻ, അവൾ വീണ്ടും പഴയ സ്വഭാവം തന്നെ, അവൾ എന്നോട് യുദ്ധം ചെയ്യാൻ തന്നെ തയ്യാറായിട്ടിരിക്കുകയാണ്. ഇടയ്ക്കൊന്നും എനിക്കൊന്നും വേണ്ടാന്ന്, അല്ലെങ്കിൽ തന്നെ അവൾക്ക് എന്നോട് യുദ്ധം ചെയ്യാൻ അവൾ തയ്യാറാണെന്ന് എന്നോട് പറഞ്ഞ്. അപ്പം കൃഷ്ണമോൾ പറയാണ്, ഈ അമ്മയ്ക്ക് എന്നാ മാറ്റം വരുന്നത് എന്നൊന്നും അറിയത്തില്ലല്ലോ അച്ഛാ, അവൾക്ക് മാറ്റം വരുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാണ്. ഈ സമയത്താണെങ്കിൽ കടപ്പാട്ടൂരിലേക്കാണെങ്കിൽ നമ്മുടെ ശിവനും രാജീവും അതുപോലെ തന്നെ ബബിതയും രോഹിത്തും എത്തുന്നുണ്ട്. അപ്പം ബെല്ലടിക്കുമ്പം നമ്മുടെ പിന്നെ വന്ന് ഡോറ് തുറക്കുവാണ്. അപ്പോൾ നോക്കുമ്പോൾ രോഹിത്തും ബബിതയും രോഹിത്തും അങ്ങ് കയറിപ്പോവാണ് ദേഷിച്ച് അലീനയെ നോക്കിയിട്ട്. അലീന ഇങ്ങനെ നോക്കുന്നുണ്ട്. പുറവേ ശിവനും അതേപോലെ രാജീവും വരുന്നുണ്ട്. ബാലേന്ദ്രനും കൃഷ്ണമോളും എന്ത് ചെയ്യുന്നു ചോദിക്കുന്നുണ്ട് ശിവൻ. അവർ രണ്ടുപേരും ഹോസ്പിറ്റലിൽ പോയേക്കുവാണ് മേഡത്തിനെ കാണാൻ, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ് അലീന. അന്നേരം പറയാണ്, ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പം തിരിച്ച് വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് അതുകൊണ്ടെങ്കിൽ കൊണ്ടാക്കിയതാണ്. ഞങ്ങൾ രണ്ടുപേരും ഉടനെ തന്നെ തിരിച്ചു പോകും. അവർ ഇവിടെ തന്നെ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെ ആവുമ്പോൾ മോളുടെ ഒരു ശ്രദ്ധ അവർക്കുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അവരുടെ പോക്കും വരക്കൊന്നും ശരിയാവത്തില്ല എന്ന് ശിവൻ പറയുകയാണ്. രാജീവ് പറയുകയാണ്, വിജയില്ലെന്നും പറഞ്ഞുകൊണ്ട് അവരെ ഒന്ന് ശ്രദ്ധിക്കാതിരിക്കല്ലേ, അവരുടെ കാര്യങ്ങൾക്കെല്ലാം ഒരു ശ്രദ്ധ വേണമെന്ന് രാജീവ് പറയാണ്. അപ്പം അലീന പറയാണ്, അത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞാൻ അവരെ സ്വന്തം അനിയനും അനിയത്തിയായിട്ട് തന്നെയാണ് കാണുന്നത് എന്ന് അലീന പറയാണ്. അപ്പോൾ ശിവൻ പറയാണ്, ഞങ്ങൾ ഒരിക്കലും മോൾ ഇവിടുന്ന് പോകണമെന്ന് പറയത്തില്ല, അതിന് നിർബന്ധിക്കത്തുമില്ല. മോൾക്ക് ആരുമില്ലെന്നുള്ളൊരു തോന്നൽ വേണ്ട, ഞങ്ങളെപ്പോഴും നിൻ്റെ കൂടെ തന്നെ കാണും. പക്ഷേ ഈ പ്രശ്നങ്ങളൊന്ന് കെട്ടടങ്ങുന്നവരെ ഒന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ലയോ? ഇതുവരെ മാത്രം മതി, വൈജ ഒന്ന് നോർമൽ ആവുന്നത് വരെ മതി എന്ന് ശിവൻ പറയണം. അപ്പം
ഞാൻ പറയാണ്, എനിക്ക് പോകുന്നതിന് ഒരു കുഴപ്പവും ഇല്ല. പക്ഷേ അച്ഛൻ സമ്മതിക്കുമെന്ന് എനിക്കറിയത്തില്ല. അച്ഛൻ സമ്മതിക്കാതെ എനിക്ക് പോകാനും പറ്റത്തില്ല എന്ന് പറയാണ്. അപ്പോൾ രാജീവ് പറയാണ്, മോള് ബാലേന്ദ്രനോട് സംസാരിക്കണം. ബാലേന്ദ്രനെ പറഞ്ഞ് മനസ്സിലാക്കണം കാര്യങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ എല്ലാ സത്യങ്ങളും വൈജിയെടുത്ത് പറയേണ്ടി വരും. അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും. അതിനേക്കാൾ നല്ലത് മോള് കുറച്ച് ദിവസത്തേക്കൊന്ന് മാറി നിൽക്കുക. എല്ലാ പ്രശ്നങ്ങളും കെട്ടടങ്ങി കഴിയുമ്പോൾ മോൾക്ക് തിരിച്ചു വരാം എന്ന് രാജീവ് പറയുകയാണ്. അലീന ഒന്നും മിണ്ടാതെ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുകയാണ്. ഞങ്ങൾ മോളെ ഇവിടുന്ന് പറഞ്ഞു വിടുകയല്ല. അങ്ങനെ ഒരിക്കലും തോന്നല്. ഞങ്ങൾ എപ്പോഴും നിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ വന്നത് എന്ന് ശിവനും രാജീവും പറയുകയാണ്. അപ്പോൾ അലീന പറയാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അച്ഛനോട് സംസാരിക്കുക. മാഡം വരുമ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന് മാറാൻ ശ്രമിക്കാം എന്ന് പറയാണ്. അപ്പം ശിവൻ പറയാണ്, അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്ന് അവർ പഴയ പോലെ ഒരു കുടുംബമായിട്ട് ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം. ഞാൻ മോളൊരു തടസ്സമാണെന്നല്ല പറയുന്നത്. എന്നാലും അവർ പഴയതുപോലെ ആവാൻ കുറച്ച് സമയമെടുക്കും. അത്രയും നാളത്തേക്ക് ഒന്ന് മാറി നിന്ന് വൈദ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് സമയം അത്രമാത്രം മതി എന്ന് ഇവൻ അലീനയോട് പറയുകയാണ്. എല്ലാം കേട്ട് അലീന ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് മനുവും അങ്ങോട്ട് വരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ അലീനയോട് പറയുന്നുണ്ടെങ്കിലും അലീന മറുപടിയൊന്നും പറയുന്നില്ല. ശിവനും രാജീവും അലീന കുറച്ച് നാളത്തെങ്കിലും കടപ്പാട്ടൂരിന്ന് മാറി നിൽക്കണം. അതാണ് അവരുടെ ആവശ്യം. ഇന്ദ്രനോട് സംസാരിച്ച് അത് ശരിയാക്കാൻ അലീനയോട് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ബബിതയും രോഹിത്തും അവിടെ പോയി കൊല്ലപ്പള്ളിയിൽ നിന്ന് അവരുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ടാണ് തിരിച്ചു വന്നത്. എന്നാലും അലീനയോടുള്ള ദേഷ്യം അവർക്ക് മാറിയിട്ടില്ല.